ഇതിനെ വെല്ലാൻ ഇനി മറ്റൊന്നില്ല. ട്രംപ് ഇനി പുതിയ എയർഫോഴ്സ് വണ്ണിൽ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിന്റെ പുതിയ പതിപ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഔദ്യോഗികമായി പുറത്തിറക്കി. വാഷിംഗ്ടണിന് തൊട്ടുപുറത്തുള്ള ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ നടന്ന ചടങ്ങിലാണ് അത്യാധുനിക ബോയിങ് 747 വിമാനം ട്രംപ് സ്വീകരിച്ചത്. വിമാനത്തിൽ നിന്ന് പുറത്തേക്കുള്ള പടികൾ ഇറങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിന് തുടക്കം കുറിച്ചത്. ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ലോകത്തിലെ ഏറ്റവും ആഡംബര വിമാനം എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഖത്തർ ട്രംപിന് സമ്മാനിച്ച വിമാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് എയർഫോഴ്സ് വണ്ണായി വികസിപ്പിച്ചത്. ഇതിനെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ല. നമ്മുടെ രാജ്യത്തിന് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിന്റെ അടുത്തെത്താൻ ആർക്കും കഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. വിവിധ സൈനിക വിമാനങ്ങൾ പങ്കെടുക്കുന്ന ജൂലൈ 4 ഫ്ലൈ ഓവറിന് ഈ വിമാനം നേതൃത്വം നൽകും. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്നായിരിക്കും ഇതെന്നും ട്രംപ് കൂട്ടിച്ചു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് നിലവിലെ എയർഫോഴ്സ് വൺ ട്രംപ് അവസാനം ഉപയോഗിച്ചത്. ഈ യാത്രയോടെ ഈ വിമാനം സേവനത്തിൽ നിന്നും വിരമിച്ചു. ഈ വിമാനത്തിന് ഏകദേശം $400 മില്യൺ വിലമതിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിസ്മയ സംവിധാനങ്ങൾ കൊണ്ട് പേര് കേട്ടതാണ് എയർഫോഴ്സ് വൺ. ആണവ സ്ഫോടനത്തിന്റെ പ്രകമ്പനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്ന സുരക്ഷാ കവചം, ആധുനിക കമ്മ്യൂണിക്കേഷൻ കേന്ദ്രം, തനിയെ ചലിക്കുന്ന ലഗേജ് സംവിധാനങ്ങൾ, ഉള്ളിലേക്ക് കയറിയാൽ 70ഓളം അതിഥികൾക്ക് ആഡംബര യാത്ര, 100-ലധികം പേർക്ക് ഒരേ സമയം വിരുന്നൊരുക്കുന്ന പാചകപ്പുരകൾ, അടിയന്തര ചികിത്സയ്ക്കുള്ള മെഡിക്കൽ റൂമുകൾ, കോൺഫറൻസ് ഹാൾ. ഇതൊക്കെ കഴിഞ്ഞ് മുൻഭാഗത്തേക്ക് നീങ്ങിയാൽ പ്രസിഡന്റിനായി പ്രത്യേകം ഒരുക്കിയ ശാന്തസുന്ദരമായ പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഈ സ്യൂട്ടിൽ ഒരു ഓഫീസ് മുറി, കിടപ്പുമുറി, ശുചിമുറി എന്നിവയുണ്ട്. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 12,000 കിലോമീറ്ററിലധികം താണ്ടാനുള്ള ശേഷി. ഇനി ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനും സംവിധാനമുണ്ട്. അത് ഉപയോഗിച്ചാൽ താഴെ ഇറങ്ങാതെ ഭൂഗോളം മുഴുവൻ വലം വയ്ക്കാൻ പോകുന്ന ആകാശ വിസ്മയമാണ് എയർഫോഴ്സ് വൺ. വാഷിംഗ്ടൺ DC-ക്ക് സമീപം മേരിലാൻഡിലുള്ള ജോയിന്റ് ബേസ് ആൻഡ്രൂസ് ആണ് ഇവയുടെ താവളം. അതീവ രഹസ്യ സ്വഭാവമുള്ള നിരവധി സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയുടെ ചലിക്കുന്ന കൺട്രോൾ റൂം, 28,000, 29,000 എന്നീ നമ്പറുകൾ ചാർത്തി നീലാകാശത്ത് ഗാംഭീര്യത്തോടെ പറന്നുയരുന്ന ബോയിങ് ജംബോ ജെറ്റുകൾ, സാങ്കേതിക ലോകത്തിന്റെ VC-25A, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന വാചകവും അമേരിക്കൻ പതാകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുദ്രയും പതിപ്പിച്ച് ഈ വിമാനം പറക്കുന്നിടമെല്ലാം അടയാളപ്പെടുത്തും. മുൻ മോഡലിലെ ഇളം നീല നിറത്തിൽ നിന്ന് മാറി ചുവപ്പ്, വെള്ള, കടും നീല നിറങ്ങൾ ചേർന്ന പുതിയ ലുക്കിലാണ് വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രപരമായ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ ട്രംപ് ഈ വിമാനമായിരിക്കും ഉപയോഗിക്കുക. ഇനി എന്താണ് എയർഫോഴ്സ് വൺ? അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന US എയർഫോഴ്സിന്റെ ഏത് വിമാനത്തെയും വിളിക്കുന്ന പേരാണ് എയർഫോഴ്സ് വൺ. വൈസ് പ്രസിഡന്റ് ആണ് യാത്രക്കാരനെങ്കിൽ എയർഫോഴ്സ് 2 എന്നായിരിക്കും വിളിപ്പേര്. കൃത്യമായി പറഞ്ഞാൽ പ്രസിഡന്റ് വിമാനത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ എയർഫോഴ്സ് വിമാനത്തിന് നൽകുന്ന റേഡിയോ കോൾ സൈനാണ് എയർഫോഴ്സ് വൺ. പ്രസിഡന്റിന്റെ ആഭ്യന്തര വിദേശ യാത്രകൾക്കായി നീക്കി വെച്ചിരിക്കുന്ന പ്രത്യേക വിമാനങ്ങളെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. 1991 മുതൽ ഇത്തരത്തിലുള്ള 2 വിമാനങ്ങളാണ് സേവനത്തിലുള്ളത്. 28,000, 29,000 എന്നീ ടെയിൽ നമ്പറുകളുള്ള ഒരേപോലെയുള്ള 2 ബോയിങ് 747-200B ജംബോ ജെറ്റുകളാണിവ. VC-25A എന്നാണ് എയർഫോഴ്സ് ഇതിന് നൽകിയിരിക്കുന്ന ഔദ്യോഗിക പേര്. വിമാനത്തിൽ പറന്ന ആദ്യ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. 2ാം ലോകമഹായുദ്ധകാലത്ത് 1943 മൊറോക്കോയിൽ നടന്ന കസബ്ലാങ്ക കോൺഫറൻസിൽ പങ്കെടുക്കാൻ അദ്ദേഹം ബോയിങ് 314 ക്ലിപ്പർ എന്ന വാണിജ്യ ഫ്ലൈറ്റ് ബോട്ടിൽ യാത്ര ചെയ്തു. യുദ്ധത്തിന്റെ അവസാനത്തിൽ US എയർഫോഴ്സ് പ്രസിഡന്റിന്റെ ഉപയോഗത്തിനായി പ്രത്യേകം നിർമ്മിച്ച ഡഗ്ലസ് C-54 സ്കൈമാസ്റ്റർ സ്വന്തമാക്കി. വരുന്ന ജൂലൈ 4 അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് തന്റെ പുതിയ വിമാനത്തിൽ മൗണ്ട് റാഷ്മോറിലേക്ക് പറക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ വിമാനം US ക്യാപിറ്റോളിന് മുകളിലൂടെ പറക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ എയർഫോഴ്സ് വൺ പഴയ ആകാശ മുത്തശ്ശിമാർക്കൊപ്പം ഇനി ഓഹോയിലെ മ്യൂസിയത്തിൽ പ്രൗഢമായ ഗതകാല സ്മരണകളും അയവിറക്കി വിശ്രമിക്കും.